ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിസൈൻ റിംഗ് നോട്ട് കൊണ്ടുള്ള ഫ്ലവേഴ്സിനൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ സർക്കിൾസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നിറച്ച് ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ടുള്ള രീതിയിൽ ഒക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സർക്കിൾസ് ഒരേ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് കോയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ സർക്കിൾസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 ടൈപ്പ് നൂലാണ് ഇത് യൂസ് ചെയ്യുന്നത്, 2 കളറിലെ നൂല്. അപ്പോൾ അത് വെച്ചിട്ടുള്ള റിംഗ് നോട്ട് ഫ്ലവേഴ്സ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. അത് ചെയ്യുന്നത് ഇതിപ്പോൾ 6 സ്റ്റാൻഡ്സ് ഉള്ള നൂലാണ്. അതിൻ്റെ ഓരെൻഡ് മാത്രമാണ് കെട്ടിയേക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ മാർക്ക് ചെയ്തേക്കുന്ന അടുത്ത് മൊത്തം റിംഗ് നോട്ട്സ് കൊടുക്കുകയാണ്. അപ്പോൾ റിംഗ് നോട്ട്സ് അറിയാത്തവർ നമ്മുടെ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോയിൽ റിംഗ് നോട്ട്സിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്, അത് കണ്ടാലും മനസ്സിലാവും കുറച്ചുകൂടി. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഒരെൻഡ് മാത്രമാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ എടുത്ത് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി വെച്ചിട്ട് നൂല് മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിംഗ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് താഴ്ത്തി ഇറക്കിയാൽ മതി. ഇതുപോലെ നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യം ചുറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടും. കണ്ടോ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിനകത്തായിട്ടും ഇതുപോലെ തന്നെ റിങ് കൊടുക്കാം.
ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറച്ച് ഡാർക്ക് പർപ്പിൾ കളർ കൊണ്ട് നടുക്കായിട്ടൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്. ഇതിന് അപ്പോൾ ഈ ഫ്ലവറിന് ലീഫ് പോലെ നമ്മൾ ഇതുപോലുള്ള ബീഡ്സ്, ഇതുപോലെ കുറച്ച് ഒരു ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ലീഫ് ചെയ്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ചെറിയ ടൈപ്പ് നീഡിൽ ഇതേ കളർ നൂല് കൊണ്ട് തന്നെ നമുക്ക് കൊരുത്തെടുക്കാം. അപ്പോൾ ഈ കളർ നൂല് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് സൈഡിലായിട്ട് കൊടുക്കാം ഇതുപോലെ. അതിനായിട്ട് നമുക്ക് ഇതുപോലെ 3-4 ബീഡ്സ് കൊരുത്തെടുക്കാം. ഇതുപോലെ എടുത്ത് താഴ്ത്തി ഇറക്കാം. അപ്പം ഞാനിതുപോലെ 4 ചെറിയ ബീഡ്സാണ് ഇതുപോലെ കൊരുത്തെടുത്തേക്കുന്നത്. ഇനി ഫസ്റ്റ് ബീഡ് കഴിഞ്ഞിട്ടുള്ളതും നമുക്ക് അടുത്ത സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതുപോലെ 4 എണ്ണം തന്നെ കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിൽ ചേർക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത്. ഇവിടെയും നമുക്ക് ഒരെണ്ണം കൊടുക്കാം.